ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നേഴ്സ് ടെക്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? വാട്ട് ഈസ് എ പാർട്സ് ഓഫ് സ്പീച്ച്, എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് ആൻഡ് ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച്, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പാർട്സ് ഓഫ് സ്പീച്ച് 8 നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള നൗൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തത്. നൗൺ എന്നാൽ എന്തോ എന്നും അതുപോലെ ടൈപ്സ് ഓഫ് നൗണും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് നൗൺ. നമ്മൾ ആദ്യം 5 ടൈപ്സ് ഓഫ് നൗൺസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ബാക്കി തന്നെയാണ് ഇത്. ഏതെല്ലാം എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കൗണ്ടബിൾ നൗൺ. ദെൻ സെക്കൻഡ് വൺ ഈസ് അൺകൗണ്ടബിൾ നൗൺ. തേർഡ് വൺ ഈസ് കോമ്പൗണ്ട് നൗൺ. ക്ലിയർ ആയോ? കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കോമ്പൗണ്ട് നൗൺ. ഇത് മൂന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കൗണ്ടബിൾ നൗൺ? നമുക്ക് കേൾക്കാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് എന്ത്? കൗണ്ട്. കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ എന്താ, നമുക്ക് തന്നെ ഊഹിക്കാം. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാ, എണ്ണാൻ കഴിയുന്നതാണ് അല്ലേ? എണ്ണാൻ കഴിയുന്നതായിട്ടുള്ള നൗണാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ? അതെ, ക്ലിയർ ആണോ പറഞ്ഞത്? നൗൺ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ഓർ ക്വാണ്ടിഫൈഡ് വിത്ത് എ നമ്പർ, നെയിം ഓഫ് എ പേഴ്സൺ, അനിമൽ, പ്ലാന്റ്സ്, ഒബ്ജക്റ്റ് ആൻഡ് മെഷർമെൻറ്റ്. കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താനാകുന്ന, അതൊരു പേഴ്സൺ ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താനാവുന്നുണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ കൗണ്ടബിൾ നൗൺ എന്നുള്ളതിൻ്റെ മലയാളം തന്നെ നമുക്ക് എന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്, എണ്ണാൻ കഴിയുന്നത് എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷനും. എന്താണ്? കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. അതൊരു പേഴ്സണോ ഒബ്ജക്റ്റോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. അതാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ആൺകുട്ടികളെ കണ്ടു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൺകുട്ടികളെ കണ്ടു. അപ്പോൾ അവരെ നമുക്ക് കൃത്യമായിട്ട് എണ്ണാൻ കഴിയും അല്ലേ? അപ്പോൾ നമ്മളൊരു 3 ബോയ്സ് അല്ലെങ്കിൽ എ ബോയ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ 5 ടേബിൾ, എ ഗ്രാം, 5 ഫ്ലവേഴ്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? എ ബോയ്, 3 ബോയ്, 5 ടേബിൾ, 5 ഫ്ലവേഴ്സ്, ഇതെല്ലാം നമുക്ക് എണ്ണാൻ കഴിയുന്നതായിട്ടുള്ള ഒന്നാണ്. അതിനെ നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്തുന്നത്? കൗണ്ടബിൾ നൗണിലുള്ള എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? കാൽക്കുലേറ്റ് ചെയ്യാനാകുന്നവയാണ്. അതിനാൽ ഇവയെല്ലാം നമ്മൾ ഏതായിട്ടാണ് കണക്കാക്കുന്നത്? കൗണ്ടബിൾ നൗൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. പൂക്കളായിക്കോട്ടെ, നമുക്ക് എണ്ണാൻ കഴിയും അല്ലേ? 1, 2 എന്ന് വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിനെയും നമുക്ക് ക്ലിയർ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതൊക്കെ കൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾ തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് വിത്ത് ഡെഫിനൈറ്റ് ഷേപ്പ്. എന്താണ് ഒബ്ജക്റ്റ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ്? കൃത്യമായ ഷേപ്പുള്ള, കാണാൻ കഴിയുന്ന എന്ത് തന്നെയാണോ അവയെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അവയെ കൗണ്ടബിൾ നൗണിൽ ഉൾപ്പെടുത്തും. ഒബ്ജക്റ്റ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് എന്താണ്? കൃത്യമായിട്ട് ഷേപ്പുള്ള, കാണാൻ കഴിയുന്ന, അവയെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവയെല്ലാം എന്താണ്? കൗണ്ടബിൾ നൗണിൽ പെട്ടതാണ്. എ ബോൾ, 3 ബിൽഡിങ്സ്, അങ്ങനെയുള്ളത് പോലെ അതിനൊക്കെ കറക്റ്റ് ഷേപ്പ് ഉണ്ട്. മാത്രമല്ല അവയെ നമുക്ക് കൗണ്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, എ കിലോ, ആൻ ഐറ്റം, എ പീസ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കിലോ, ആൻ ഐറ്റം, എ പീസ്. അങ്ങനെ വരുന്ന ടേംസ് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? ഇപ്പം നമുക്കൊരു ഗോൾഡ് 4 ഗ്രാം മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ അല്ലേ? മാത്രമല്ല നമുക്ക് റൈസ് 1 കിലോ നമുക്ക് പറയാം അല്ലേ? അങ്ങനെ നമുക്ക് മെഷർമെൻറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? കൗണ്ടബിൾ നൗണിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? എന്താണ് കൗണ്ടബിൾ നൗൺ?
കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന പേഴ്സണോ ഒബ്ജക്റ്റോ എന്തോ ആയിക്കോട്ടെ, കറക്റ്റ് ഷേപ്പുള്ള, അതുപോലെ മെഷർമെൻറ്റ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് കണക്കാക്കാൻ പറ്റുന്ന എന്തും തന്നെ ആയിക്കോട്ടെ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേതാണ്? കൗണ്ടബിൾ നൗൺ ആണ്. ക്ലിയർ ആയല്ലോ എന്താണ് കൗണ്ടബിൾ നൗൺ എന്ന്? ദെൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഒന്നുകൂടി ജസ്റ്റ് പറയാം. എ ബോയ്, 3 ബോയ്, 5 ടേബിൾ ആൻഡ് 5 ഫ്ലവേഴ്സ്. ഓക്കെ. അപ്പോൾ ദെൻ നെക്സ്റ്റ് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ. എന്താണ് അൺകൗണ്ടബിൾ നൗൺ? കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത്? കൗണ്ട് ചെയ്യാൻ കഴിയാത്തതാണ് അല്ലേ? എന്താണ്? കൗണ്ട് ചെയ്യാൻ കഴിയാത്തത്. നേരത്തെ പറഞ്ഞത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, കൗണ്ടബിൾ നൗൺ അല്ലേ? കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇപ്പം എന്താണ്? അൺകൗണ്ടബിൾ നൗൺ. കൗണ്ട് ചെയ്യാൻ കഴിയാത്തതാണ്. എന്താണെന്ന് നോക്കാം. Uncountable or mass noun are uncountable with a number. It was quantified by a word that signifies amount. എന്താണ്? ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺകൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. ഒരിക്കലും കൃത്യമായിട്ടൊരു കാൽക്കുലേഷന് പറ്റാത്ത, കൃത്യമായിട്ട് നമുക്ക് ഒരു സംഖ്യ എടുക്കാൻ പറ്റാത്ത, അങ്ങനെ വരുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺകൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. എ നമ്പർ cannot be used to quantify an uncountable noun. ഒരു സംഖ്യയോടൊപ്പം നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റാത്തത്, അതാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഒരിക്കലും ഇതിനെ കൃത്യമായിട്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ പറയുന്നത് ഗ്യാസ്, അതുപോലെ ഓക്സിജൻ, പിന്നെ ലിക്വിഡ്, ലൈറ്റ്നസ്, ഇവയൊക്കെ നമുക്ക് ഒരു സംഖ്യയായിട്ട് കണക്കാക്കാൻ പറ്റുന്നുണ്ടോ? ഗ്യാസ് ആയിക്കോട്ടെ, ലൈറ്റ്നസ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഇതിലേതെങ്കിലും നമുക്കൊരു സംഖ്യാപരമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇവയെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? അൺകൗണ്ടബിൾ നൗണിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്താണ്? നമുക്കൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺകൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്യാസ്, ഓക്സിജൻ, ലൈറ്റ്നസ്, ലിക്വിഡ്, ഇതെല്ലാം നമുക്ക് എന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? 2 ടോപ്പിക്സ്. ഒന്ന് കൗണ്ടബിൾ നൗൺ, ദെൻ രണ്ടാമത്തേതാണ് അൺകൗണ്ടബിൾ നൗൺ. ഇവ തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും മറ്റൊന്ന് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതും. കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം, ഇപ്പോൾ നമുക്ക് ഒരു ട്രീ ആയിക്കോട്ടെ, ഒരു ചെയർ ആയിക്കോട്ടെ, ഒരു ഹ്യൂമൺ ആയിക്കോട്ടെ, അതുപോലെ ഒരു വീടായിക്കോട്ടെ, ഒരു ഹൗസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മീൻസ് എനി മെറ്റീരിയൽസ്, അങ്ങനെ എന്ത് മെറ്റീരിയൽസ് ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ദെൻ മറ്റേതേതാണ്? അൺകൗണ്ടബിൾ നൗൺ. നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്സിജൻ, ലിക്വിഡ്, അതുപോലെ ഗ്യാസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സംഖ്യാപരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ല. അതിൻ്റെ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ നമുക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അത് ഏതെല്ലാം പെടുക? നമ്മളെ അൺകൗണ്ടബിൾ നൗണിലാണ് പെടുക. ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതും മറ്റൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായിട്ടുള്ളതാണ്. അങ്ങനെ 2 നൗൺസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് കൗണ്ടബിൾ നൗൺ, ദെൻ സെക്കൻഡ് അൺകൗണ്ടബിൾ നൗൺ. രണ്ടും ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? കോമ്പൗണ്ട് നൗൺ. എന്താണ്? കോമ്പൗണ്ട് നൗൺ. വാട്ട് ഈസ് കോമ്പൗണ്ട് നൗൺ? നൗൺ മെയ്ഡ് അപ്പ് ഓഫ് 2 or more exciting വേർഡ്. 2 അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന നാമത്തെ വിളിക്കുന്നതാണ് എന്ത്? കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. നൗൺ മെയ്ഡ് അപ്പ് ഓഫ് 2 or more exciting വേർഡ്. എന്താണ്? 2 അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതിനെ വിളിക്കുന്ന ഒരു പേരാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ പറയേണ്ട കാര്യം ഇതിൽ എന്താണെന്ന് വെച്ചാൽ 2 നൗണുകൾ കൂടി ചേർന്നതല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 നൗണുകൾ കൂടി ചേരുന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വാക്കുകൾ, നൗൺ ആയിക്കോട്ടെ, വേർബ് ആയിക്കോട്ടെ, പ്രിപ്പോസിഷൻ ആയിക്കോട്ടെ, അഡ്വേർബ് ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതിനെ എല്ലാം നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയില്ല. അത് ശ്രദ്ധിക്കണം.
അങ്ങനെ കൂടിച്ചേർന്നുണ്ടാകുന്ന എല്ലാം കോമ്പൗണ്ട് നൗൺ അല്ല. അങ്ങനെ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു വാക്ക് നാമമായിരിക്കണം, അതായത് നൗൺ ആയിരിക്കണം. അങ്ങനെ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു റിസൾട്ട്, ആ ഒരു വേർഡ്, ആ ഒരു വാക്ക് എന്തായിരിക്കണം? നാമമായിരിക്കണം, നൗൺ ആയിരിക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു വാക്ക് നാമമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കിയേ. ഫുട്ബോൾ, ഫുട്ബോൾ. ഫുഡ് പ്ലസ് ബോൾ, ഫുഡ് എന്ന നൗണും ബോൾ എന്ന നൗണും കൂടിച്ചേർന്നുണ്ടായ ഒരു കോമ്പൗണ്ട് നൗണാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിത്തൗട്ട്, വിത്ത് പ്ലസ് ഔട്ട്, ഒരു പ്രിപ്പോസിഷനും ഒരു അഡ്വേർബും കൂടിച്ചേർന്നുണ്ടായിരിക്കുന്ന മറ്റൊരു കോമ്പൗണ്ട് നൗണാണ് ഏത്? വിത്തൗട്ട്. ക്ലിയർ ആയോ? അപ്പം എങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾസ് ബാക്കി നോക്കിയേ. ഫുട്ബോൾ, സൺറൈസ്, ഹെയർ കട്ട്, വിത്തൗട്ട്. Food plus ball is equal to football. Sun plus rise is equal to sunrise. Hair plus cut is equal to haircut. With plus out is equal to without. അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട് നൗൺ മനസ്സിലായോ? ഫുഡ് പ്ലസ് ബോൾ ഈസ് ഈക്വൽ ടു ഫുട്ബോൾ. സൺ പ്ലസ് റൈസ് ഈസ് ഈക്വൽ ടു സൺറൈസ്. ഹെയർ പ്ലസ് കട്ട് ഈസ് ഈക്വൽ ടു ഹെയർ കട്ട്. വിത്ത് പ്ലസ് ഔട്ട് ഈസ് ഈക്വൽ ടു വിത്തൗട്ട്. ഇങ്ങനെ രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് വരുന്ന ഒരു നൗണ്, ഒരു നാമത്തെ നമ്മൾ എന്ത് പറയുന്നു? കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നു. ഇപ്പം എക്സാമ്പിളും കൂടി കണ്ടപ്പോൾ ക്ലിയർ ആയില്ലേ? എന്താണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ടൈപ്സ് ഓഫ് നൗണിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ ആൻഡ് കോമ്പൗണ്ട് നൗൺ. ഇത് മൂന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും മറ്റൊന്ന് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് നൗൺ ആണ്. രണ്ട് വാക്കുകൾ കൂടി ചേർന്നുണ്ടാകുന്ന മറ്റൊരു വാക്കിനെ, മീൻസ് മറ്റൊരു നാമത്തെ വിളിക്കുന്നതാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 പാർട്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.